തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ചികിത്സാ പിഴവിൽ ഡോക്ടർക്കെതിരെ പോലീസിൽ പരാതി. ചികിത്സാ പിഴവിന് ഇരയായ സുമയ്യയുടെ സഹോദരനാണ് പരാതി നൽകിയത്. നാളെ പരാതിക്കാരി സുമയ്യയുടെ മൊഴി രേഖപ്പെടുത്തും. കന്റോൺമെന്റ് പോലീസിലാണ് പരാതി എത്തിയിരിക്കുന്നത്. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. ഉമേഷ്, ഗുരുതരമായ ചികിത്സാ വീഴ്ചയാണ് ഉണ്ടായത്. ഒരാളുടെ ജീവിതം തകർക്കുന്ന നിലയിലേക്കാണ് ആ വീഴ്ച വന്നെത്തി നിൽക്കുന്നത്. ഇപ്പോൾ പോലീസിന് മുമ്പിലേക്ക് കൂടി പരാതി എത്തുകയാണ്. തുടർ നടപടികൾ പോലീസ് ആലോചിക്കുന്നത് എങ്ങനെ? ഉമേഷ് ബാലകൃഷ്ണൻ. ഈ 2023 ഇതുമായി ബന്ധപ്പെട്ടുള്ള ശസ്ത്രക്രിയ നടക്കുകയും ഈ റോഡ് ഈ ട്യൂബ് ഈ ശരീരത്തിനുള്ളിൽ സുമയുടെ ശരീരത്തിനുള്ളിൽ ആവുകയും ചെയ്തത്. അതിനുശേഷം ഈ കാലയളവിൽ വരെ ആരോഗ്യവകുപ്പിനെ പൂർണ്ണമായി വിശ്വസിച്ച് സുമയും കുടുംബം മുന്നോട്ട് പോവുകയായിരുന്നു. പക്ഷേ ഇന്ന് ആരോഗ്യവകുപ്പ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ ഈ പ്രതീക്ഷകൾ പൂർണ്ണമായി നശിച്ചു. ഇത്തരത്തിൽ ട്യൂബ് ശരീരത്തിനുള്ളിലുള്ളത് തങ്ങൾക്ക് അറിയാമായിരുന്നുവെന്നും അത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല എന്നുമായിരുന്നു വിചിത്രവാദമാണ് ആരോഗ്യവകുപ്പ് മുന്നോട്ട് വെച്ചത്. ഈ സാഹചര്യത്തിലാണ് ഇനി ആരോഗ്യവകുപ്പുമായി അല്ലെങ്കിൽ ഇനി ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് നീതി ലഭിക്കില്ല എന്നുള്ള പൂർണ്ണ ഉറപ്പ് ഈ കുടുംബത്തിനുണ്ടായത്. ഈ സാഹചര്യത്തിലാണ് കുടുംബം പോലീസിൽ പരാതി നൽകാൻ തീരുമാനിച്ചത്. കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിലാണ് പരാതി നൽകിയിരിക്കുന്നത്. സുമയുടെ സഹോദരനാണ് പരാതി നൽകിയത്. ഈ പരാതിയിന്മേൽ നാളെ സുമയുടെ മൊഴി രേഖപ്പെടുത്തും. അതിനുശേഷം കേസ് രജിസ്റ്റർ ചെയ്യുന്നതുമായി നടപടികളുമായി പോലീസും മുന്നോട്ട് പോകും. എന്തായാലും ഇത് നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കുടുംബത്തിന്റെ തീരുമാനം. കാരണം ആരോഗ്യവകുപ്പിന്റെ വിചിത്ര ന്യായീകരണം, ഡോക്ടറെ സംരക്ഷിച്ചുകൊണ്ടുള്ള ന്യായീകരണം, അതായത് ഇത്തരത്തിൽ ആരോഗ്യവകുപ്പിന് അറിയാമായിരുന്നിട്ട് പോലും ഒരു നടപടി സ്വീകരിക്കാത്ത ഈ നടപടി, എന്തായാലും അതുമായി ബന്ധപ്പെട്ട നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കുടുംബത്തിന്റെ തീരുമാനം. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ദിവസങ്ങളിലെല്ലാം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തുവിടുന്നുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഈ ഡോക്ടർ രാജീവ് കുമാർ, അദ്ദേഹമാണ് ഈ ശസ്ത്രക്രിയ നടത്തിയത്. അദ്ദേഹം പണം നൽകിയതിന്റെ തെളിവുകളും പുറത്തുവിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേസന്വേഷണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പോലീസിനും അലയേണ്ടി വരില്ല. ഈ പണം നൽകി തുടർ ചികിത്സയ്ക്ക് ഡോക്ടർ പണം നൽകുമ്പോൾ സ്വാഭാവികമായി ഡോക്ടറുടെ ഭാഗത്തു നിന്ന് ഒരു വീഴ്ച ഉണ്ടായി എന്ന് പ്രഥമ ദൃഷ്ട്യാ ബോധ്യപ്പെടുന്നതാണ്. എന്തായാലും നാളെ മൊഴിയെടുക്കുന്നതിനനുസരിച്ച് ഏതൊക്കെ വകുപ്പുകൾ ചേർക്കണം എന്നുള്ള കാര്യത്തിൽ പോലീസ് തീരുമാനമെടുക്കും. രജിത. ശരി, ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.